ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോണത് എന്താ വെച്ചാൽ പഴയ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളാണ് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ കുറച്ച് പണി എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ വീട്ടിലെല്ലാവർക്കും ചെയ്യാൻ സമയം ഉണ്ടെങ്കിലും കൂടിയിട്ട് അതൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, എനിക്കുള്ള പണി അവിടെ വയ്ക്കും. അതൊരു നിയമം. അതൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു വാരൽ, മിറ്റടിക്കൽ, പിന്നെ അത് കഴിഞ്ഞാൽ മേല് കഴുകി നാമം ചൊല്ലി എന്നാലാണ് അത് നാമം ചെല്ലൽ മാത്രമല്ല, ആ നാമം എൻ്റെ അച്ഛൻ്റെ വീട്ടിലൊക്കെ നിന്നപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ നാൾ അവിടെയായിരുന്നു, അച്ഛൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ അവർക്ക് നാമം ചെല്ലണത് മുഴുവൻ കേൾക്കണം. എത്ര കൊണ്ട് നേരം ഇരുന്ന് നാമം ചൊല്ലിയത് അറിയണം. എന്നിട്ടൊക്കെയാണ് രാത്രിത്തെ ഭക്ഷണം തരുള്ളൂ. അത് മാത്രമല്ല, നാമം ചൊല്ലി കഴിഞ്ഞാൽ ഇത്ര മണിക്കൂർ പഠിക്കണം. ആ പഠിപ്പ് അത് നമ്മൾ വെറുതെ വായിച്ചുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. അതെങ്ങനെയാണ് ചെയ്യുക, അതും കേൾക്കണം അവർക്ക്. സൗണ്ടൊന്നും കേൾക്കാമല്ലോ, എന്താ വായിക്കാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇന്നത്തെ ഇപ്പോൾ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ വിട്ട് വരിക, പിന്നെ ഇപ്പോഴത്തെ ഇപ്പോൾ ഈ കൊറോണ ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊബൈലിലാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യല്. അന്ന് പണ്ട് മൊബൈലില്ല, ഫോണില്ല, ഒന്നുമില്ല. ഒരു വിവരങ്ങൾ അറിയാനൊക്കെ ആയിട്ട് അച്ഛനൊക്കെ പട്ടാളത്തിലും ഇവിടെയൊക്കെ ആകുമ്പോൾ ഒരു കത്ത് വല്ലപ്പോഴേക്കും മാസത്തിൽ 1-2 കത്ത് വരും. അത് അതിന് മറുപടി ഒന്ന് എഴുതി അമ്മ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൂടുമ്പോൾ ഫോൺ വിളിച്ചിട്ടുള്ള വിവരങ്ങൾ കാര്യങ്ങളാണ്. അപ്പോൾ ആ പഴമയിലേക്ക് നോക്കുമ്പോൾ നമ്മുടേതായ കാലമൊക്കെ നല്ലൊരു കാലമായിരുന്നു. എല്ലാ ഫ്രണ്ട്സുകളും കൂട്ടുകാരും കൂടിയിട്ട് കളിക്കാനായിട്ടൊരു ടൈമുണ്ട്. ആ ടൈമിൽ നമുക്ക് എത്ര വേണമെങ്കിലും കളിക്കുകയും ചെയ്യാം. അങ്ങനെ ഓരോരോ വയസ്സായവർക്കുള്ളൊരു കൃത്യനിഷ്ഠ, അതൊക്കെ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റേതായ കാലം ഞാൻ പറയുകയാണ്, അന്നൊക്കെ നല്ലൊരു ഇത് തന്നെയായിരുന്നു. എന്ന് വെച്ചെങ്കിൽ കൂട്ടുകാരികളൊക്കെ തമ്മിൽ എന്താ പറയുക, കളിക്കലും എടുക്കലും, ഒഴിവ് ദിവസങ്ങളിൽ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ കളിക്കലും, ഒരു ചിരട്ടയിൽ ഇങ്ങനെയുള്ള കളി, അങ്ങനത്തെ കളികളൊക്കെ എന്ത് രസമായിരുന്നു അറിയോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിന് അങ്ങനെ കളിക്കാൻ പോലും അറിയില്ല. പണ്ട് കൊച്ചൻ കുത്തി കളി, പിന്നെ മാസ് കളി, സ്കൂളിൽ കുറച്ച് നേരം സമയം കിട്ടുമ്പോൾ ഈ കൊച്ചൻ കുത്തി കളിക്കാനും മാസ് കളിക്കാനും കല്ല് കളിക്കാനും 4 വാര കല്ല് കളിക്കൽ, 7 കല്ല്, 5 കല്ല്, ഭയങ്കര പഠിക്കാൻ കുറച്ച് മടി ഉണ്ടെങ്കിലായാലും ആരായാലും അങ്ങനത്തെ കുട്ടികൾക്കായാലും ഏത് കുട്ടികൾക്കായാലും ഈ കളിയിൽ ഭയങ്കര ഒരു ഇഷ്ടം തോന്നും എല്ലാവർക്കും. അപ്പോൾ അതേമാതിരി അന്നത്തെ ഒരു കാലം നോക്കുമ്പോൾ അതൊരു നല്ലൊരു കാലമായിരുന്നു. നമുക്ക് ഒന്നിനെ പറ്റിയിട്ട് ഒരു ചിന്തിക്കാൻ പോലും ഇല്ലാത്തൊരു കുട്ടിപ്രായം എന്ന് പറഞ്ഞാൽ ആ പ്രായമൊന്നും നമുക്ക് ഒരു തിരിച്ച് കിട്ടാത്തൊരു കാലമാണ്. ഒരു ഓണക്കാലം വന്നിട്ടുണ്ടെന്ന് വെച്ചെങ്കിലോ, നമ്മുടെ പൂ പറിക്കാൻ പോക്ക്, എവിടേക്കൊക്കെയോ പൂ പറിച്ചിട്ട് വീട്ടിലുള്ള അമ്മയ്ക്കും അച്ഛനും അറിയാം. അവർ ഇന്ന സ്ഥലത്ത് പോയി ഇത്ര നേരം കൊണ്ട് അവർ വരും എന്നുള്ളത്, തിരിച്ച് വരും എന്നുള്ളത് അറിയാം. അപ്പോൾ എന്താ, ഓരോരുത്തരുടെ അടുത്ത് ഈ കാട്ടിൽ നിന്നൊക്കെയാണ് പൂ പറിക്കാൻ പോവുക. തലേ ദിവസം ഓരോ പൂവുകൾ, വാടാത്ത പൂക്കളൊക്കെ പോയി പാടത്തുനിന്നും അവിടെ നിന്നും വേലിരിക്കുന്നതും ഒക്കെ പൂ പൊട്ടിച്ചുകൊണ്ടിരും. എന്നിട്ട് ബാക്കിയുള്ള പൂവൊക്കെ പിറ്റേ ദിവസം പൊട്ടിച്ചിട്ട് നമ്മൾ പൂക്കളിടണ ഒരു കാലമായിരുന്നു. ഇന്നിപ്പോൾ എന്താ, എല്ലാവരും കിറ്റ് മേടിക്കലായി, പൂവിടലായി. നാടൻ പൂവ് അപൂർവം ചിലർ മാത്രം തന്നെ പൊട്ടിച്ച് പൂക്കളത്തിലിടണുള്ളൂ. ഞാൻ വരെ ഇപ്പോൾ മേടിച്ചിട്ടുള്ള പൂക്കളൊക്കെയാണ് ഇടാറുള്ളതും ഒക്കെ. അപ്പോൾ അന്നൊക്കെ എന്തൊരു രസമായിരുന്നു. നേരം വെളിച്ചാകുമ്പോഴേക്കും ഉത്രാടത്തിന് ഓണാവാനൊക്കെ ധൃതിയാവും നമുക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് ഓണത്തിന് പണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എന്നും ഈ കൂട്ടുകുടുംബം എല്ലാവരും ആകുമ്പോൾ എന്താ, നമുക്ക് വീട്ടിൽ എന്നും അവർക്ക് ഈ കുറച്ച് പറമ്പുണ്ടെന്ന് വെച്ചെങ്കിൽ ആ പറമ്പിൽ എല്ലാ നടുതല സാധനങ്ങളും ഉണ്ടാക്കും. ഒരു വിരുന്നുകാർ വരുമ്പോഴേക്കും പോയി കൊള്ളി പറിച്ചു അത് കൂട്ടാൻ വെച്ച്, അല്ലെങ്കിൽ കറി വെച്ചു, അല്ലെങ്കിൽ പുഴുങ്ങി കൊടുത്ത് അതൊരു കാപ്പിക്ക് ഒരു ഐറ്റം അങ്ങനത്തെ ഒക്കെ ആക്കി. ഈ ചക്കരക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് ആയാലും വലിച്ചു കൊടുന്നു, അത് അങ്ങനത്തെ ഒരു എല്ലാ സാധനങ്ങളും അവർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണ ഒരു കാലഘട്ടമായിരുന്നു. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു എത്ര സ്ഥലം, ഇപ്പോൾ സ്ഥലമില്ലാത്തവരും ചിലവരൊക്കെ ടെറസിൻ്റെ മീതെ, പിന്നെ താഴത്ത് കവറുകളിൽ ഒക്കെ വെക്കണമൊക്കെ ഉണ്ട് കേട്ടോ. കാരണവന്മാർ എന്താ ചെയ്യുക, ഏത് നേരം പറമ്പ് കള അതൊക്കെ കഴിഞ്ഞ് അവർ ഈ കൃഷിയിലും നെല്ല് പാടങ്ങൾ കുറേ ഉണ്ടാവും. അപ്പോൾ പാടങ്ങൾ പണിയലും എടുക്കലൊക്കെ ആയിട്ട് ഈ ഓണം തത്സമയം പണ്ടത്തെ ആൾക്കാരെന്താ ഈ ഓണം കാണാൻ വിറ്റ് ഓണം ഉണ്ണണമെന്ന് എന്താ പറയണേ. പണ്ടത്തെ ആൾക്കാർ ഈ ഓണത്തിന് മാത്രമേ 4 കറി വിഭവങ്ങളും പിന്നെ അന്ന് അവർ വയ്ക്കുള്ളൂ. എന്താ കാരണം വെച്ച് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു കൂട്ടാൻ
വെച്ചു, ഒരു ഉപ്പേരി വെച്ചു, ഒക്കെ പറമ്പെന്നുണ്ടാവുന്ന സാധനങ്ങൾ തന്നെ വെച്ചു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഒരു ദിവസമെങ്കിലും എന്തുട്ടാ ഈ ഓണത്തിൻ്റെ ഒരു ആഘോഷങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഭക്ഷണമായാലും അവർക്ക് ഇങ്ങനെ ഒരു 4 ദിവസം ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടാണ് പണ്ട് ഉള്ള ഒരു ഓണത്തിന് ഇങ്ങനെയൊക്കെ ഒരു ആചാരങ്ങൾ വെച്ചിട്ടുള്ളത്. മാവേലി അന്നത്തെ ഒരു കാലം പണ്ടൊക്കെ കാലങ്ങളിൽ അവർ കഷ്ടപ്പെട്ടിട്ട് ഇരിക്കാനും നേരമില്ല. കൂട്ടുകുടുംബമാണ്. എല്ലാവർക്കും ഒരു സാധനം വെച്ചിട്ട് എല്ലാവർക്കും വിളമ്പി വരുമ്പോൾ എത്ര നേരം ഇങ്ങനെ വെച്ചിട്ടും വെക്കണവർക്ക് വെക്കണ പണി തന്നെ, വിളമ്പണവർക്ക് വിളമ്പണ പണി എന്ന് പറഞ്ഞ മാതിരി അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അവർക്കൊരു ഇത് വേണ്ടേ, എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭക്ഷണം എല്ലാവർക്കും വിളമ്പി വരുമ്പോൾ വീട്ടിൽ ആർക്കും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പറഞ്ഞ കുട്ടികൾക്ക് ഒന്നും അറിയില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ബുദ്ധിമുട്ട് വിഷമങ്ങളും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ ഇത് പണ്ടുണ്ടായിരുന്ന അറിവുള്ളവർക്ക് അതൊക്കെ അറിഞ്ഞ് ശീലമുള്ളവർക്കൊക്കെ ഇത് വേഗം പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നും പറഞ്ഞ് മനസ്സിലാവില്ല. ഇപ്പോഴത്തെ കുട്ടികൾ എന്താ നേരം വലിച്ചാകുമ്പോൾ എനിക്ക് പഠിപ്പ്, ട്യൂഷൻ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് പിന്നെ മൊബൈലിൽ കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി വന്നു, പിന്നെ മൊബൈലെടുത്തു, ഇങ്ങനെ നോക്കി. എന്ത് പറയുന്നു, കുട്ടികളുടെ ജീവിത രീതി എല്ലാം ഒരു വ്യത്യസ്ത ജീവിതങ്ങളാവും. പണ്ടങ്ങനെയല്ലായിരുന്നു. ഒന്നിനും ടൈമില്ല. നമ്മളേതായ കാര്യങ്ങളും ചെയ്തു പഠിച്ചു എടുത്തു, പിന്നെ കിടന്നുറങ്ങി, ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ഒരു ചിന്തയില്ല, പിന്നെ ഒന്നും കാണല് ടി വി ഇല്ല. ഒരു ആകെപ്പാട് ഒരു റേഡിയോ ഉണ്ടാവും. ആ റേഡിയോയിൽ പാട്ട് ഇന്ന ടൈമൊന്നൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് വെച്ച് അത് അവർ വലിയവർ വയ്ക്കുമ്പോൾ നമ്മളത് കേൾക്കണു, അത്രയൊക്കെയാണല്ലോ. അങ്ങനെയൊക്കെയായി ഇതായി. ഇപ്പോഴത്തെ ലോകം അതല്ല. ഓണം അവർക്ക് എന്നും ഓണാണ്. അപ്പോൾ എന്താ അവരെ നിർബന്ധിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. പണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ എൻ്റേത് കുട്ടിക്കാലമായാലും വേറെ അതിൽ മുന്നത്തെ കാലമായാലും അവർക്കൊന്നും നിർബന്ധിക്കേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കുള്ളത് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായിന്നും വരില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലങ്ങളൊന്നും കുട്ടികൾക്ക് വല്ലതും അറിയോ? ഇപ്പം എന്താ ഒന്നിനും ക്ഷാമമില്ല. 100 തരം പലഹാരങ്ങളും ഓരോരോ ബേക്കറി ഐറ്റംസ് വെച്ച് ഇതാകണോ. മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലെന്താ കായ വറുക്കണോ, പിന്നെ ചക്ക വറുക്കണോ, ഉപ്പേരി ഉണ്ടാക്കണോ, അതുണ്ടാക്കണോ, എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കണം തന്നെയുള്ളൂ. അപ്പായാലും എന്തായാലും. ഇപ്പോൾ എന്താ വെച്ചാൽ ഒക്കെ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. വിഷമില്ലാത്ത സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അവർ പണ്ടുള്ളവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പെട്ടെന്ന് അറ്റാക്ക് അത് ഇതൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ പോണു ഓരോരുത്തരുടെയും. എത്ര ചെറുപ്പമുള്ള കുട്ടികളും ഇങ്ങനെ അറ്റാക്ക് വന്നിട്ടും ഇതൊക്കെ ആയിട്ടൊക്കെ പോണത്. അപ്പോൾ അതേമാതിരി ഒരു വണ്ടി സ്കൂളിലേക്ക് പോകുക വെച്ചെങ്കിൽ നടന്ന് വരണം. എത്ര ദൂരമായാലും കാൽനട അത് സമയം കണക്കാക്കിയിട്ട് ചിലപ്പോൾ എത്തി ഓടി കതച്ച് ബുക്കും ഇതൊക്കെ കയറ്റി പോവും. വരുമ്പോഴായാലും അതേമാതിരി ഓടി കതച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തും. ഇപ്പം ഇന്നെന്താ 2 അടി നടക്കുമ്പോഴേക്കും കുട്ടികൾക്ക് വയ്യ. അപ്പോഴേക്കും അമ്മമാർക്ക് വിഷമം, അയ്യോ നടന്നു പോകണോ എന്നുള്ളൊരു വിഷമം. അപ്പോൾ ഓട്ടോറിക്ഷ ഏൽപ്പിക്കണോ, സ്കൂൾ ബസ്സിൽ വിടണോ, ലൈൻ ബസ്സിൽ വിടണോ. മറ്റേത് ലൈൻ ബസ് വരെ കാത്തു നിൽക്കാൻ സമ്മതിക്കില്ല ടീച്ചേഴ്സ് വരെ. പണ്ടൊക്കെ ഓരോ ബസ് 2 ബസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നാമത്. അതിൻ്റെ അതിൽ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ ടീച്ചർമാരൊക്കെ ചെയ്ത് പറയണ ഒരു കാലമായിരുന്നു. ഇന്നിപ്പോൾ എന്താ അവർക്ക് സ്കൂളിൽ തന്നെ ബസ്സില്ലാത്ത സ്കൂളിലില്ല. അങ്ങനെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ കാലം മാറുമ്പോൾ എല്ലാം മാറി അതന്നെ. അപ്പോൾ എന്താ കുട്ടികളുടെ ജീവിത രീതി എല്ലാം കൊണ്ട് മാറ്റി മറിച്ച്. ഇപ്പോൾ ഒരു തിരുവാതിര വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് നേരം വെളിച്ചാകുമ്പോൾ ഒരു 7 ദിവസം എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കണ കാരണം അവർക്ക് എല്ലാ ചിട്ടകളും അത് നമ്മുടെ വീട്ടിലും ഉണ്ട് കേട്ടോ ചിട്ടകളൊക്കെ. അപ്പോൾ നേരം വെളിച്ചാകുമ്പോൾ ഒരു പുലർച്ചെ 4 മണിയാകുമ്പോൾ എനിക്ക് കുളത്തിൽ പോയി മഞ്ഞൾപ്പൊടി പിന്നെ എണ്ണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടേക്ക് കൊണ്ടുപോയി അടിച്ചു വാരലും മുറ്റടിക്കലൊക്കെ കഴിച്ച് എല്ലാവരും കൂടി കുളിക്കാൻ പോകും. 7 ദിവസം മുന്നേ തൊട്ട് തുടങ്ങും ഈ തിരുവാതിരയുടെ കുളി. അടുത്ത് തന്നെ കുളമുണ്ട് അച്ഛൻ്റെ വീട്ടിൻ്റെ അടുത്തുണ്ട്. പിന്നെ നമ്മുടെ കുറൂർ മനയുടെ അവിടെയാണ് പോയിട്ട് കുറൂർ മനയുടെ കുളമുണ്ട് മനയിൽ.
ആ കുളത്തിൽ പോയിട്ട് കുളിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ അതെ പിന്നെ തിരുവാതിരയ്ക്ക് ഊഞ്ഞാലാടും അങ്ങനെയൊക്കെ ചെയ്യും. എല്ലാ ദിവസവും ഇങ്ങനെ തിരുവാതിരയ്ക്കിന് മഞ്ഞളും അതും ഇതൊക്കെ കൊണ്ടുപോയി താലിയും സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി കുളിക്കലും അതൊരു ചിട്ടയ്ക്കായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് തിരുവാതിര എന്താണ്, വിഷു എന്താണ് ഒന്നും അറിയില്ല. എന്തൊക്കെ ആചാരങ്ങളാണ് നമ്മൾ നടത്തണേ ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമെന്ന് വിചാരിച്ചാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുക എന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഒന്ന് എഴുതട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ജീവിത രീതി, കഴിഞ്ഞ ജീവിത രീതി അങ്ങനെ ഒക്കെയാണ്. ഓക്കെ, താങ്ക് യു.